നമസ്കാരം. പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് ആർദ്രം കേരളം പുരസ്കാരം നേടി വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനം. പുരസ്കാര തുകയായ 10 ലക്ഷം രൂപ പഞ്ചായത്തിന് ലഭിക്കും. മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലറും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ K മൻസൂറിനെതിരെയുള്ള പരാതി കൗൺസിലിൽ അജണ്ടയാക്കിയത് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ ഗൂഢാലോചനയെന്ന് CPM കൗൺസിലർമാർ. വിജിലൻസ് അന്വേഷണം പറഞ്ഞ് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും കൗൺസിലർമാർ. കടമ്പടിപ്പുറത്ത് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയിൽ നിന്നും മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസ് മുഖ്യപ്രതികൾ അറസ്റ്റ്. അമ്പലപ്പാറ, കൊല്ലം സ്വദേശികളാണ് പിടിയിലായത്. ശ്രീകൃഷ്ണപുരത്ത് മൃഗാശുപത്രിയിലെ ഫീസ് നിരക്കിനെ ചൊല്ലിയുണ്ടായ പ്രതിഷേധം. കർഷക കോൺഗ്രസ് നേതാവ് പാലാങ്കുഴി മണികണ്ഠനെ പ്രതിയാക്കിയത് അപലപനീയമെന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പ്രശ്നത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് നേതാക്കൾ. വ്യാജ കണക്കുണ്ടാക്കി കുമരമ്പത്തൂരിലെ സ്വകാര്യ ബിൽഡിംഗ് ഇന്റീരിയർ സ്ഥാപനത്തിൽ നിന്നും 25 ലക്ഷം രൂപ കവർന്ന കേസിൽ CEO അറസ്റ്റ്. തൃശൂർ മുരിങ്ങൂർ സ്വദേശി ജോജി പോളിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ അയോഗ്യതാ നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താൽക്കാലികമായി സ്റ്റേ ചെയ്തു. 18ാം വാർഡംഗം MP മജീദിനെതിരെ സെക്രട്ടറി നൽകിയ അയോഗ്യതാ നോട്ടീസിനാണ് ഇടക്കാല സ്റ്റേ. മജീദിന് അംഗമായി തുടരാം. വിശദമായ വാർത്തകളിലേക്ക്. 2023-24 സാമ്പത്തിക വർഷത്തെ ആർദ്രം കേരളം പുരസ്കാരം നേടി വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനമാണ് വെള്ളിനഴിക്ക്. പുരസ്കാര തുകയായ 10 ലക്ഷം രൂപ പഞ്ചായത്തിന് ലഭിക്കും. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കാണ് ആർദ്ര കേരളം പുരസ്കാരം നൽകുന്നത്. ആരോഗ്യ സ്ഥാപനങ്ങളിലെ മികച്ച സൗകര്യങ്ങൾ, കായകൽപ്പം സ്കോർ, ആരോഗ്യമേഖലയിൽ ചെലവഴിച്ച തുക, ഹെൽത്ത് ഗ്രാന്റ് വിനിയോഗം, മാലിന്യ സംസ്കരണം, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ, മാതൃ ശിശു സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിലെ മികവുകൾ പരിശോധിച്ചാണ് പുരസ്കാരം നൽകി വരുന്നത്. വെള്ളിനഴി പഞ്ചായത്ത് 2023-2024 വർഷത്തിൽ ആരോഗ്യമേഖലയ്ക്ക് അനുവദിച്ച മുഴുവൻ തുകയും ചെലവഴിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 2 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും കായകൽപ്പ് പുരസ്കാരം ലഭിച്ചവയാണ്. 2 കേന്ദ്രങ്ങളിലും സായാഹ്ന OPയും പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ 2 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ISO 9001-2015 അംഗീകാരമുള്ള സ്ഥാപനമാണ്. ആയുർവേദ ഡിസ്പെൻസറിയും ഹോമിയോ ഡിസ്പെൻസറിയും രോഗി സൗഹൃദ ആശുപത്രികളാക്കി മാറ്റി. മാലിന്യ സംസ്കരണ പദ്ധതിയായ അതിജീവനം, മാതൃശിശു സംരക്ഷണ പദ്ധതിയായ വാത്സല്യം വെള്ളിനഴി, ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്ന തെളിനീർ പദ്ധതി, പൊതുസ്ഥല ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള ശുചിത്വം ദൗത്യം നിരന്തരം പദ്ധതി, ജീവിതശൈലി രോഗനിയന്ത്രണ പരിപാടിയായ ഹൃദയപൂർവ്വം വെള്ളിനഴി തുടങ്ങിയ മാതൃകാ പദ്ധതികൾ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ കഴിഞ്ഞതാണ് വെള്ളിനഴിയെ പുരസ്കാര നേട്ടത്തിൽ സംസ്ഥാനത്ത് 1ാമതെത്തിച്ചത്. പുരസ്കാര തുകയായ 10 ലക്ഷം രൂപ പഞ്ചായത്തിന് ലഭിക്കും. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും കഴിഞ്ഞ 6 വർഷമായി സ്വരാജ് ട്രോഫി ലഭിക്കുന്ന പഞ്ചായത്താണ് വെള്ളിനഴി. മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലറും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ K മൻസൂറിനെതിരെയുള്ള പരാതി കൗൺസിൽ യോഗത്തിൽ അജണ്ടയാക്കിയത് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് CPM കൗൺസിലർമാർ. വിജിലൻസ് അന്വേഷണം പറഞ്ഞ് പേടിപ്പിച്ചാൽ പേടിക്കുന്നവരല്ല തങ്ങളെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൻസൂറിന്റെ വാർഡിലെ ചില പ്രവൃത്തികളുടെ ഫണ്ട് വകമാറ്റിയെന്നും അനർഹർക്ക് വീട് അനുവദിച്ചുമെന്നുമാണ് പരാതി. ഏത് പ്രവൃത്തിയുടെ ഫണ്ടാണ് വകമാറ്റിയെന്നോ ആർക്കാണ് വീട് നൽകിയെന്നോ കൃത്യമായി പറയാത്ത പരാതി അജണ്ടയാക്കിയതിൽ വലിയ ഗൂഢാലോചനയുണ്ട്. പരാതിക്കാരൻ മണ്ണാർക്കാട്ടുകാരനല്ല. ഇത്തരമൊരു പരാതി കൗൺസിൽ ചർച്ച ചെയ്ത് പൊതുസമൂഹത്തിൽ മൻസൂറിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് ഇല്ലാതാക്കാമെന്നാണ് നഗരസഭാധ്യക്ഷനും UDFും കരുതുന്നതെങ്കിൽ അത് നടക്കില്ല. ഇത്തരം പരാതികൾ ഓംബുഡ്സ്മാനാണ് നൽകേണ്ടതെന്ന പ്രാഥമിക വിവരം പോലും ഇല്ലാത്തവരാണ് പരാതി കൗൺസിൽ അജണ്ടയാക്കിയത്. അനർഹർക്ക് വീട് നൽകിയെന്ന ആരോപണം എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു വീട് പോലും നഗരസഭയിൽ ആർക്കും നൽകിയിട്ടില്ല. പ്രവൃത്തി നടത്തിപ്പിൽ ക്രമക്കേട് വരാതെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കാണ്. കൗൺസിലർക്ക് പ്രവൃത്തികൾക്കുള്ള ഫണ്ട് അനുവദിക്കുക മാത്രമാണ് ഉത്തരവാദിത്തം. വിജിലൻസ് അല്ല ED അന്വേഷിച്ചാലും വിരോധമില്ലെന്നും മൻസൂർ പറഞ്ഞു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ചെയർമാന്റെ സാന്നിധ്യത്തിൽ ചില ഗൂഢാലോചനയുടെ ഭാഗമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്നെയും CPMന്റെ കൗൺസിലർമാരെയും പൊതുസമൂഹത്തിന്റെ മുൻപിൽ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ് കൗൺസിൽ യോഗത്തിലേക്ക് കൊടുക്കുന്നത്. നാളിതുവരെ ഇല്ലാത്തത്. ഈ പരാതി കൊടുത്തത് ഏതാണ്ട് 10 മാസം മുൻപ് കൊടുത്തു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സമയത്താണ് ആ വീഡിയോ എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ അവരെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത്
തെരഞ്ഞെടുപ്പിന്റെ ഒരു 2 മാസം മുൻപൊക്കെ ആയിട്ട് നമുക്ക് ഈ പരാതി എടുത്താൽ മൻസൂറിന് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം അജണ്ട വന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു അജണ്ട വെക്കുമ്പോൾ അത് എന്താണ് എന്നുള്ളത് ആദ്യം മുനിസിപ്പൽ ചെയർമാൻ പഠിക്കണം. മുസ്ലിം ലീഗ് കൗൺസിലർ ഷഫീഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ സംഭവത്തിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മൻസൂർ പറഞ്ഞു. ഷഫീഖ് വെട്ടിയ 100ഓളം വോട്ടർമാർക്ക് വോട്ടില്ല. താൻ ആരുടെയും വോട്ട് വെട്ടാൻ കൂട്ടുനിന്നിട്ടില്ല. അത് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം നിർത്തുമെന്നും മൻസൂർ പറഞ്ഞു. ഞാനുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ CPM-ന്റെ എന്ന് പറഞ്ഞ അന്നൽ ഷഫീഖ് ഉന്നയിച്ച ആരെങ്കിലും വോട്ട് വെട്ടാൻ വേണ്ടി ഞങ്ങളുടെ പ്രദേശത്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. അല്ലാതെ ഒരു പേപ്പറിൽ വന്നിട്ട് ഇതാ രേഖ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് തെളിയിച്ചാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ഇവിടെ വെച്ച് അവസാനിക്കും. ഷഫീഖ് റഹ്മാൻ അതിന് തയ്യാറുണ്ട്. കൗൺസിലർമാരായ K. മൻസൂർ, വാത്സലകുമാരി, മുഹമ്മദ് ഇബ്രാഹിം, CP പുഷ്പാനന്ദൻ, സിന്ധു, സൗദാമിനി, ഖദീജ, K. റെജീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ അംഗത്തിന്റെ അയോഗ്യതാ നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താൽക്കാലികമായി സ്റ്റേ ചെയ്തു. 18-ാം വാർഡംഗം MP മജീദിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ അയോഗ്യതാ നോട്ടീസിനാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇടക്കാലത്തേക്ക് സ്റ്റേ നൽകിയത്. തുടർച്ചയായ 3 മാസങ്ങളിൽ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുത്തില്ലെന്ന കാരണത്താൽ കഴിഞ്ഞ ആഗസ്റ്റ് 4-ന് സെക്രട്ടറി നൽകിയ നോട്ടീസിലാണ് അംഗത്വം നഷ്ടപ്പെട്ടതായി MP മജീദിനെ അറിയിച്ചിരുന്നത്. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ വിളിച്ച് യോഗ നോട്ടീസ് നൽകിയിട്ടില്ലെന്നും സൂചിപ്പിച്ച യോഗങ്ങൾ സ്ഥിരം സമിതിയുടെ സാധാരണ യോഗങ്ങളല്ലെന്നും മജീദ് മാസ്റ്റർ വാദിച്ചു. മാത്രമല്ല MP മജീദ് ചില അംഗങ്ങളുടെ അയോഗ്യത ആവശ്യപ്പെട്ട് കമ്മീഷനിൽ ഹർജി നൽകിയതിനാൽ ഭൂരിപക്ഷാംഗങ്ങൾ വൈരാഗ്യം പുലർത്തി സെക്രട്ടറിയെ കൊണ്ട് നടപടി സ്വീകരിച്ചതാണെന്നും മജീദ് ആരോപിച്ചു. വാദങ്ങൾ പരിഗണിച്ച സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ A. ഷാജഹാൻ കേസിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ അബ്ദുൾ മജീദ് MP ആലിപ്പറമ്പ് പഞ്ചായത്ത് അംഗമായി തുടരാമെന്ന് ഉത്തരവിടുകയായിരുന്നു. അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ കടമ്പഴിപ്പുറം ശാഖയിൽ മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതികൾ അറസ്റ്റിൽ. അമ്പലപ്പാറ അനുഗ്രഹയിൽ വിശ്വനാഥൻ, അമ്പലപ്പാറ ചെറുണ്ടശ്ശേരി അരുൺ, കൊല്ലം കുന്നിക്കോട് ഷാൻ മൻസിലിൽ ഷാനവാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഓഗസ്റ്റ് 20-നാണ് കേസിനാസ്പദമായ സംഭവം. 10 പവൻ വരുന്ന വളകൾ പണയം വെക്കാനായി അമ്പലപ്പാറ സ്വദേശി ഉണ്ണികൃഷ്ണൻ, ആലങ്ങാട് സ്വദേശി മുഹമ്മദ് ഷമീർ എന്നിവർ കടമ്പഴിപ്പുറം ശാഖയിലെത്തി. ജീവനക്കാർക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് നടത്തിയ തുടരന്വേഷണത്തിലാണ് മുഖ്യപ്രതികളെ കൊല്ലം, ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ നിന്ന് പിടികൂടിയത്. മുക്കുബണ്ടത്തിന് മുകളിൽ സ്വർണം കനത്തിൽ പൂശുന്നതിനാൽ ജീവനക്കാർ നടത്തുന്ന ആസിഡ് ടെസ്റ്റിലോ ഉരച്ചു പരിശോധനയിലോ സ്വർണമല്ലെന്ന് കണ്ടെത്താനാകില്ലെന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് പറഞ്ഞു. ഇതിന് പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും മറ്റുള്ളവർ നൽകുന്ന ആഭരണങ്ങൾ പണയം വയ്ക്കുന്ന പ്രവൃത്തി പൊതുജനങ്ങൾ ഏറ്റെടുക്കരുതെന്നും ശ്രീകൃഷ്ണപുരം പോലീസ് മുന്നറിയിപ്പ് നൽകി. മുഖ്യപ്രതികളെ കണ്ടെത്തിയിൽ അതിയായ സന്തോഷമുണ്ടെന്ന് UGS മാനേജ്മെന്റ് അറിയിച്ചു. സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ കടമ്പഴിപ്പുറം ശാഖയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 20-ാം തീയതി നടന്ന മുക്കുബണ്ടപ്പണ കേസിലെ മുഖ്യപ്രതികളെയാണ് ഇപ്പോൾ പോലീസ് ഇങ്ങോട്ട് കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ വിശ്വനാഥൻ എന്ന 1-ാം പ്രതി, രണ്ടാമത്തെ അരുൺ എന്ന വ്യക്തിയും 3-ാമത്തെ ഷാനവാസ് എന്ന വ്യക്തിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. CI അനീഷ് സാർ അടങ്ങുന്ന ASI അനിൽ സാർ അടങ്ങുന്ന ശ്രീകൃഷ്ണപുരം ബ്രാഞ്ചിലെ എല്ലാ പോലീസുകൾക്കും ഇത്ര നല്ല വളരെ പെട്ടെന്നുണ്ടായ ഈ പ്രതികൾ പിടിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു എഫേർട്ടിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മുന്നോട്ടും ഇത്തരം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വ്യാജ കണക്കുണ്ടാക്കി പണം കവർന്ന കേസിൽ CEO അറസ്റ്റിൽ. മണ്ണാർക്കാട് കുമരമ്പത്തൂരിലെ ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കമ്പനി CEO തൃശൂർ മുരിങ്ങൂർ ജോജി പോളിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിന്റെ പ്രൊമോഷനായി ഡയറക്ടേഴ്സ് നീക്കിവെച്ച 54,30,000 രൂപയിൽ 25,99,400 രൂപ വ്യാജ കണക്ക് അക്കൗണ്ടിൽ കാണിച്ച് CEO കൈക്കലാക്കിയെന്നാണ് കേസ്. കൂട്ടുപ്രതികളായ അസിസ്റ്റന്റ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ സെറിറ്റ ഫെർണാണ്ടസ്, ജോജി പോളിന്റെ മകൻ ഷൈൻ മഞ്ഞളി എന്നിവർക്കായി മണ്ണാർക്കാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഉയർന്ന പദവിയിൽ ജോലി ചെയ്യവേ ജീവനക്കാരൻ തന്നെ സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കി വ്യാജ കണക്ക് സൃഷ്ടിച്ച് പണം തട്ടിയെടുത്തതിന്റെ ഞെട്ടലിലാണ് മണ്ണാർക്കാട്ടുകാർ.
ശ്രീകൃഷ്ണപുരം മൃഗാശുപത്രിയിലെ രാത്രി സേവനത്തിന് ഫീസ് ഈടാക്കുന്ന വിഷയത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പാലാങ്കുഴി മണികണ്ഠനെ പ്രതിയാക്കിയത് തീർത്തും അപലപനീയമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഈ പ്രശ്നത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് പ്രസിഡന്റ് ചിങ്ങനേഴി ഭാസ്കരൻ പറഞ്ഞു. പൊതുപ്രവർത്തകരെന്ന നിലയിൽ ആശുപത്രിയിലെത്തേണ്ട ബാധ്യത നിർവഹിച്ച പാലാങ്കുഴി മണികണ്ഠനെ പ്രതിയാക്കിയത് തികച്ചും അപലപനീയമാണ്. ശ്രീകൃഷ്ണപുരം സർക്കാർ മൃഗാശുപത്രിയിൽ മുമ്പ് സൗജന്യ രാത്രികാല ചികിത്സ ഉണ്ടായിരുന്നു. പുതിയ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് എത്തിയതോടെ ഇത് നിർത്തലാക്കി. പാവപ്പെട്ട കർഷകരുൾപ്പെട്ട ജനസമൂഹത്തിന് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണക്കാർക്കൊപ്പം നിൽക്കേണ്ട ഗ്രാമപഞ്ചായത്ത് ഇതിനെ ന്യായീകരിക്കുകയാണ്. വിഷയത്തിൽ ഇടപെട്ടവർക്കെതിരെ കേസെടുത്ത നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭാസ്കരൻ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒരു ഓമന മൃഗത്തെ ചികിത്സിക്കുന്നതിന് വൈകുന്നേരം ഒരു സാധാരണ നിർധനരായ കുടുംബത്തിലെ 2 പേര് അവിടെ എത്തുകയും അവരോട് അഡ്വാൻസായി 475 രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും അവരുടെ കയ്യിൽ തുകയില്ലാത്തതിൻ്റെ പേരിൽ പിന്നെ സർക്കാർ ആശുപത്രിയാണ് ഇത്രയും തുക എന്തിനാവശ്യപ്പെടുന്നു എന്ന ചോദ്യത്തിൽ അവിടെയുള്ള ഡോക്ടറിൽ നിന്നും വളരെ മോശമായ പെരുമാറ്റം അവർക്ക് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് അവരവിടെ കുത്തിയിരിപ്പ് നടത്താൻ തീരുമാനിച്ചത്. അതിനെ തുടർന്ന് അവർ കർഷക കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡല പ്രസിഡന്റും കോൺഗ്രസ് പ്രവർത്തകനുമായ പാലാങ്കുഴി മണികണ്ഠനെ വിളിക്കുകയും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അവിടെ എത്തേണ്ട ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് മണികണ്ഠൻ അവിടെ എത്തുകയും ഈ വിവരം അന്വേഷിച്ചുകൊണ്ട് ഈ ആളെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയത്. ആ സന്ദർഭത്തിൽ ചാനലുകാരും അവിടെ എത്തി എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവരുടെ പരാതിയിൽ പറയുന്നത് പോലെ തന്നെ ചാനലുകാർ അവിടെ ഫോട്ടോ എടുത്തു എന്നും മറ്റും പറയുന്നതല്ല, ഇവരുടെ ഡ്യൂട്ടി എങ്ങനെ തടസ്സപ്പെടുത്തി എന്നൊന്നും വ്യക്തമാക്കുന്നില്ല. യാതൊരു വിധത്തിലും അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനോ ഒന്നിനും ഈ പാലാങ്കുഴി മണികണ്ഠനോ കോൺഗ്രസിന്റെ നേതാവോ ശ്രമിച്ചിട്ടില്ല. അത്തരത്തിൽ പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനും അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കള്ളക്കേസുകൾ മെനഞ്ഞെടുക്കുന്നത്. ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെ പിന്തിരിപ്പിക്കാനാവില്ലെന്നും വരും ദിവസങ്ങളിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും ഭരണസമിതിയിലെ പ്രസിഡന്റ് തന്നെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നതിനെ കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും ഭാസ്കരൻ ചിങ്ങനേഴി പറഞ്ഞു. കോൺഗ്രസ് ഇവർ നടത്തിയിട്ടുള്ള ശ്രീകൃഷ്ണ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഴിമതി പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് അതിനുള്ള പ്രവർത്തനങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ പ്രതിരോധിക്കാനും അത്തരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ ഇവർ കൊണ്ടുവരുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതിൽ നിന്നൊന്നും കോൺഗ്രസിനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നും വരും ദിവസങ്ങളിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് നടന്നുള്ള ചില അഴിമതികൾ കോൺഗ്രസ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തീർത്തും രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടുമെന്നും തുടർന്ന് ഇതുപോലുള്ള ഒരു ഭരണസമിതിയുടെ പ്രസിഡന്റ് തന്നെ മുന്നിട്ടിറങ്ങി ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. അവർക്കെതിരെയും ഇത്തരത്തിലുള്ള കേസുകളും മറ്റും മുന്നോട്ട് കൊണ്ടുപോകാനും കോൺഗ്രസ് മുന്നോട്ട് വരും എന്ന് മാത്രം ഞാൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഓഫീസ് പ്രതിപക്ഷ കൗൺസിലർമാർ ഉപരോധിച്ചു. ഉപരോധ സമരം പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. പുറത്തിറങ്ങാൻ പറ്റാതായി പട്ടിശല്യം വ്യാപകമായി വിദ്യാർത്ഥികളും സ്ത്രീകളും പുറത്തിറങ്ങാൻ പറ്റാതായി. പെരിന്തൽമണ്ണ നഗരസഭയിൽ പല ഭാഗങ്ങളിലും 2 മാസക്കാലമായി തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പരാതിപ്പെട്ടു. പെരിന്തൽമണ്ണയിലെ വിവിധ ഭാഗങ്ങളിലും പുലിയെ കണ്ട സാഹചര്യമാണുള്ളത്. തെരുവ് വിളക്കുകൾ പൂർണ്ണമായി തെളിയിപ്പിക്കുന്നതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണം. തകർന്നു കിടക്കുന്ന റോഡുകൾ പൂർണ്ണമായും ടാറിംഗ് ചെയ്യണം. ഒലിങ്കര ഫ്ളാറ്റ് സമുച്ചയത്തിലെ മാലിന്യ സംസ്കരണത്തിന് അടിയന്തര പരിഹാരം കാണണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് തെരുവിളക്കുകൾ ഈ നഗരസഭയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തെരുവിളക്കുകൾ 2 മാസക്കാലമായി റിപ്പയർ ചെയ്യാതെ എല്ലാ വാർഡുകളിലും കൂരിരുട്ടായി ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കാട്ടുമൃഗങ്ങളുടെ ശല്യം പോലും ഭയപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ നഗരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭരണസമിതിയുടെ ശ്രദ്ധയിലും കൗൺസിലിലും ഉന്നയിച്ചിട്ട് പോലും ഈ 2 മാസം കഴിഞ്ഞിട്ട് പോലും
അതൊന്ന് റിപ്പയർ ചെയ്യാൻ പോലും സാമാന്യ ഒരു സംവിധാനം ഒരുക്കാൻ പോലും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ ഭരണസമിതിയുടെ കൊള്ളരുതായ്മ കാണിക്കുന്ന ഒരു സൂചന മാത്രമാണ്. ഒപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഈ നഗരസഭയുടെ മുഴുവൻ റോഡുകളും ഒരു 90% റോഡുകളും ഇന്ന് തകർന്നടിഞ്ഞു കിടക്കുകയാണ്. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് അതൊന്ന് പാച്ച് വർക്ക് നടത്തി റീടാറിങ് ചെയ്ത് ഗതാഗതം യോഗ്യമാക്കാൻ പോലും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഖേദകരമാണ്. കൗൺസിലർ പത്തത്ത് ജാഫർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ മുഹമ്മദ് സുനിൽ, താമരത്ത് സലീം, ജിതേഷ്, തസ്നീമ, ഫിറോസ്, തസ്നീം, അക്ബർ, കൃഷ്ണപ്രിയ, ശ്രീജിഷ, നിഷ സുബേർ, ഹുസൈൻ റിയാസ്, സജ്ന ഷൈജൽ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സന്തോഷ് എന്നയാളെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. വെള്ളിനഴി ലക്ഷം വീട് നഗർ മണ്ണുംകാട്ടിൽ വീട്ടിൽ സജിത്താണ് അറസ്റ്റിലായത്. ഗുരുതരമായി പരിക്കേറ്റ സന്തോഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 10 രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. സന്തോഷിന്റെ അയൽവാസിയായ സജിത്ത് ഫോൺ വിളിച്ചപ്പോൾ എടുക്കാത്തതിന്റെ ദേഷ്യത്തിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി സന്തോഷിനെ ആക്രമിക്കുകയായിരുന്നു. കൈകൊണ്ടും സ്റ്റീൽ വള കൊണ്ടും അടിക്കുകയും കണ്ണാടി കൊണ്ട് തലയ്ക്ക് അടിക്കുകയും ചെയ്തു. സന്തോഷിന്റെ ഭാര്യ തടയാൻ ശ്രമിച്ചപ്പോൾ അവരെയും സുജിത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു. സന്തോഷിന് തലയിലും കണ്ണിന് താഴെയും ഗുരുതരമായ പരിക്കുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കേരളം സംരംഭകത്വത്തിന് പറ്റുന്ന നാടായി മാറിക്കഴിഞ്ഞുവെന്ന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. മലപ്പുറം ജില്ലാതല നിക്ഷേപ സംഗമം എമർജിംഗ് മലപ്പുറം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേരളം സംരംഭകത്വത്തിന് പറ്റുന്ന നാടായി മാറിക്കഴിഞ്ഞെന്നും വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം രാജ്യത്ത് 1-ാം സ്ഥാനത്തെത്തിയെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തവരും മലപ്പുറം ജില്ലയിൽ നിക്ഷേപം നടത്തുന്നവരുമായ വ്യവസായികളുടെ നേതൃത്വത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ജില്ലാതല നിക്ഷേപക സംഗമം എമർജിംഗ് മലപ്പുറം എന്ന പേരിൽ നടത്തിയത്. ഏറ്റവും കൂടുതൽ മൂലധന സാധ്യതയുള്ള കൂടുതൽ പ്രവാസികളുള്ള മലപ്പുറം ജില്ലയിൽ സംരംഭങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത്. 7 സ്വകാര്യ വ്യവസായ പാർക്കുകളാണ് ജില്ലയിൽ പൂർത്തിയായത്. 2 പുരോഗമിക്കുന്നു. ജില്ലാ കളക്ടർ BR വിനോദ് വിഷയാവതരണം നടത്തി. ഈ ഒരു വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ 3500ഓളം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് വിവിധ സംരംഭകർ കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. പല ഇൻവെസ്റ്റേഴ്സും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥരിൽ നിന്ന് ലൈസൻസിങ് സംബന്ധമായി ബാങ്കുകളിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു ഇൻവെസ്റ്റർക്കും ഒരു തടസ്സം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാത്ത രീതിയിൽ ശരിയായി നിയമം പാലിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ പേർക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് താല്പര്യത്തോടുകൂടി മുമ്പോട്ട് വരികയും അങ്ങനെ കൂടുതൽ തൊഴിലവസരങ്ങളും എക്കണോമിക് ഗ്രോത്തും നമ്മുടെ ജില്ലയിൽ ഉണ്ടാകുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ നടത്തിയത്. പ്രധാനമായിട്ടും അടുത്ത ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും മുമ്പോട്ട് പോകുന്നതും ആൾക്കാർ ഇവിടെ പ്രസന്റ് ചെയ്തു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രസന്റേഷൻ നടത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, വ്യവസായത്തിനെ ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പദ്ധതികളുടെ ഭാഗമായി ഗുണഭോക്താക്കളായിട്ടുള്ള പലരും ഇൻവെസ്റ്റ്മെന്റിന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിലും മലപ്പുറം ജില്ലയിലും ഉണ്ട് എന്ന് ഇവിടെ പ്രസന്റ് ചെയ്തതിലൂടെ വ്യക്തമായി. ജില്ലയെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിലവസരങ്ങളുടെയും മികച്ച കേന്ദ്രമാക്കി മാറ്റാൻ ഉതകുന്ന 2659.7 കോടിയുടെ നിക്ഷേപവും 4323 തൊഴിലവസരങ്ങളുമായാണ് നിക്ഷേപക സംഗമം നടന്നത്. 28 നിക്ഷേപകർ വ്യവസായം, ടൗൺഷിപ്പ് വികസനം, ഹെൽത്ത് കെയർ, ടൂറിസം, അഗ്രോഫുഡ് നിർമ്മാണം, പാക്കേജിംഗ്, ഫർണിച്ചർ, ജ്വല്ലറി, പുനരുപയോഗ സാധ്യതയുള്ള വ്യവസായങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ അവതരിപ്പിച്ചു. പി ഉബൈദുള്ള MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MLA മാരായ പി നന്ദകുമാർ, ആബിദ് ഹുസൈൻ തങ്ങൾ, KPA മജീദ്, കുറുക്കോളി മൊയ്തീൻ, സബ് കളക്ടർമാരായ ദിലീപ് കൈനിക്കര, സാക്ഷി മോഹൻ, KSSIA ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ M ഗിരീഷ്, മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജോർജ് ജോസഫ്, സിറ്റി NRI പ്രോജക്ട് മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ KP ഹുസൈൻ, അൽമാസ് ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ ഡോക്ടർ P അഹമ്മദ് കബീർ, JRS ഡീഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് മാനേജിംഗ് പാർട്ണർ അഷ്റഫ് ആലങ്ങാടൻ, സംരംഭകർ, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ നിന്നും പൂക്കോട്ടുകാവ് കാട്ടുകുളം കോപ്പായ പാടശേഖരത്തിലേക്ക് റോഡിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് തുടരുന്നു. പാതയ്ക്കായി സ്ഥലം വിട്ടു നൽകിയിട്ട് 5 വർഷത്തോളമായി. പൊതുപ്രവർത്തകരെന്ന നിലയിൽ ആശുപത്രിയിലെത്തേണ്ട ബാധ്യത നിർവഹിച്ച പാലാങ്കുഴി മണികണ്ഠനെ പ്രതിയാക്കിയത് തികച്ചും അപലപനീയമാണ്. ശ്രീകൃഷ്ണപുരം സർക്കാർ മൃഗാശുപത്രിയിൽ മുമ്പ് സൗജന്യ രാത്രികാല ചികിത്സ ഉണ്ടായിരുന്നു. പുതിയ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് എത്തിയതോടെ ഇത് നിർത്തലാക്കി. പാവപ്പെട്ട കർഷകരുൾപ്പെട്ട ജനസമൂഹത്തിന് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണക്കാർക്കൊപ്പം നിൽക്കേണ്ട ഗ്രാമപഞ്ചായത്ത് ഇതിനെ ന്യായീകരിക്കുകയാണ്. വിഷയത്തിൽ ഇടപെട്ടവർക്കെതിരെ കേസെടുത്ത നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭാസ്കരൻ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒരു ഓമന മൃഗത്തെ ചികിത്സിക്കുന്നതിന് വൈകുന്നേരം ഒരു സാധാരണ നിർധനരായ കുടുംബത്തിലെ 2 പേര് അവിടെ എത്തുകയും അവരോട് അഡ്വാൻസായി 475 രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും അവരുടെ കയ്യിൽ തുകയില്ലാത്തതിൻ്റെ പേരിൽ പിന്നെ സർക്കാർ ആശുപത്രിയാണ് ഇത്രയും തുക എന്തിനാവശ്യപ്പെടുന്നു എന്ന ചോദ്യത്തിൽ അവിടെയുള്ള ഡോക്ടറിൽ നിന്നും വളരെ മോശമായ പെരുമാറ്റം അവർക്ക് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് അവരവിടെ കുത്തിയിരിപ്പ് നടത്താൻ തീരുമാനിച്ചത്. അതിനെ തുടർന്ന് അവർ കർഷക കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡല പ്രസിഡന്റും കോൺഗ്രസ് പ്രവർത്തകനുമായ പാലാങ്കുഴി മണികണ്ഠനെ വിളിക്കുകയും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അവിടെ എത്തേണ്ട ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് മണികണ്ഠൻ അവിടെ എത്തുകയും ഈ വിവരം അന്വേഷിച്ചുകൊണ്ട് ഈ ആളെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയത്. ആ സന്ദർഭത്തിൽ ചാനലുകാരും അവിടെ എത്തി എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവരുടെ പരാതിയിൽ പറയുന്നത് പോലെ തന്നെ ചാനലുകാർ അവിടെ ഫോട്ടോ എടുത്തു എന്നും മറ്റും പറയുന്നതല്ല, ഇവരുടെ ഡ്യൂട്ടി എങ്ങനെ തടസ്സപ്പെടുത്തി എന്നൊന്നും വ്യക്തമാക്കുന്നില്ല. യാതൊരു വിധത്തിലും അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനോ ഒന്നിനും ഈ പാലാങ്കുഴി മണികണ്ഠനോ കോൺഗ്രസിന്റെ നേതാവോ ശ്രമിച്ചിട്ടില്ല. അത്തരത്തിൽ പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനും അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കള്ളക്കേസുകൾ മെനഞ്ഞെടുക്കുന്നത്. ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെ പിന്തിരിപ്പിക്കാനാവില്ലെന്നും വരും ദിവസങ്ങളിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും ഭരണസമിതിയിലെ പ്രസിഡന്റ് തന്നെ കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നതിനെ കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും ഭാസ്കരൻ ചിങ്ങനേഴി പറഞ്ഞു. കോൺഗ്രസ് ഇവർ നടത്തിയിട്ടുള്ള ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഴിമതി പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് അതിനുള്ള പ്രവർത്തനങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ പ്രതിരോധിക്കാനും അത്തരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ ഇവർ കൊണ്ടുവരുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതിൽ നിന്നൊന്നും കോൺഗ്രസിനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നും വരും ദിവസങ്ങളിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് നടന്നുള്ള ചില അഴിമതികൾ കോൺഗ്രസ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തീർത്തും രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടുമെന്നും തുടർന്ന് ഇതുപോലുള്ള ഒരു ഭരണസമിതിയുടെ പ്രസിഡന്റ് തന്നെ മുന്നിട്ടിറങ്ങി ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. അവർക്കെതിരെയും ഇത്തരത്തിലുള്ള കേസുകളും മറ്റും മുന്നോട്ട് കൊണ്ടുപോകാനും കോൺഗ്രസ് മുന്നോട്ട് വരും എന്ന് മാത്രമാണ് ഞാൻ കാണാതായ സ്വർണ്ണ ബ്രേസ്ലെറ്റ് 7 വർഷത്തിന് ശേഷം തിരിച്ചു കിട്ടി. കാർ കേടായി നന്നാക്കാൻ കൊടുത്ത വർക്ക്ഷോപ്പ് ഉടമയ്ക്കാണ് ബ്രേസ്ലെറ്റ് കിട്ടിയത്. ഉടൻ തന്നെ കാർ ഉടമയെ വിളിച്ച് ബ്രേസ്ലെറ്റ് കിട്ടിയ കാര്യം വർക്ക്ഷോപ്പ് ഉടമ അറിയിക്കുകയായിരുന്നു. 7 വർഷം മുമ്പ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ നഷ്ടമായ 2.5 പവൻ തൂക്കം വരുന്ന ബ്രേസ്ലെറ്റാണ് കാറിൽ നിന്നും ഉടമയ്ക്ക് തിരിച്ചു കിട്ടിയത്. നെല്ലായ മൂളൂർ വരേങ്ങൽ വീട്ടിൽ മൻസൂർ ഇമ്പാനുവിൻ്റെ സഹോദരി സമീറയുടെ ബ്രേസ്ലെറ്റാണ് വിവാഹ ചടങ്ങിനിടെ കാണാതായത്. തുടർന്ന് പലയിടങ്ങളിലായി അന്വേഷിച്ചെങ്കിലും ബ്രേസ്ലെറ്റ് കിട്ടിയില്ല. എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ബ്രേസ്ലെറ്റ് മൻസൂറിൻ്റെ കാർ കേടായി കൊപ്പത്ത് എംപയർ കാർ വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തപ്പോൾ ഡാഷ്ബോർഡ് അഴിച്ചപ്പോൾ ഗിയർ കൺസോളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഉടമ ഷഹീറിന് കിട്ടിയത്. ഉടൻ തന്നെ ഈ വിവരം ഷഹീർ കാർ ഉടമ മൻസൂർ ഇമ്പാനുവിനെ വിളിച്ചറിയിച്ചു. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനായ മൻസൂർ ജോലി കഴിഞ്ഞ് വർക്ക്ഷോപ്പിലെത്തി നോക്കിയപ്പോഴാണ് ഇത് 7 വർഷം മുമ്പ് കാണാതായ തൻ്റെ സഹോദരി സമീറയുടെ ബ്രേസ്ലെറ്റാണെന്ന് തിരിച്ചറിഞ്ഞത്. വർക്ക്ഷോപ്പ് ഉടമ ഷഹീർ കാണിച്ച സത്യസന്ധതയാണ് നഷ്ടപ്പെട്ട ആഭരണം തിരിച്ചു കിട്ടാൻ കാരണമായതെന്ന് മൻസൂർ ഇമ്പാനു പറഞ്ഞു. ഇന്നലെ വരെ വണ്ടിയുടെ AC വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഉൾഭാഗം അഴിക്കുന്ന സമയത്താണ് ഈ സാധനം എനിക്ക് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം കണ്ടപ്പോൾ കുഴപ്പമില്ലാത്തൊരു ടൂളായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവർക്ക് വിളിച്ചു, നിങ്ങളെ തന്നെയാണോ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഫോട്ടോ ഒന്ന് വിട്ട് നോക്കട്ടെ. അവർ വിട്ടപ്പോൾ പറഞ്ഞത് അവർ തന്നെയാണ് ഇങ്ങനെ 7 വർഷം മുന്നേ നഷ്ടപ്പെട്ടതാണെന്ന് അവർ പറയുകയും ചെയ്തു. അപ്പോൾ അവരെ വിളിച്ച് ചേൽപ്പിക്കുകയും ചെയ്തു. എന്തായാലും കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷം. ഈ വണ്ടിയുടെ AC-ക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നു. AC-ക്ക് കംപ്ലൈൻറ്റ് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നെല്ലായ രതീഷ് എന്ന് പറയും.
അവർ പറഞ്ഞു ഇങ്ങനെ കൊപ്പത്ത് ഞാൻ അറിയുന്ന ഒരു വർഷാപ്പേരുണ്ട് ഷഹീർ എന്ന് പറഞ്ഞിട്ട്, നല്ല വർഷാപ്പേരനാണ്, പിന്നെ നല്ല പണി അറിയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ഇവിടെ രാവിലെ വണ്ടി ഏൽപ്പിച്ചിട്ട് ഞാൻ ഡ്യൂട്ടി ഉണ്ടാവും. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ ഉച്ച സമയത്തുണ്ട് ഈ ഷഹീർ എന്ന ഇദ്ദേഹം എന്നെ വിളിച്ചു. നിങ്ങളെ വണ്ടി AC-യുടെ ഗിയറിൻ്റെ കൺസോളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഗോൾഡ് ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ബ്രേസ്ലെറ്റ് പെട്ടെന്നൊക്കെ ആലോചിച്ചില്ല. കാരണം ഒരു 7 വർഷം മുമ്പ് എൻ്റെ സഹോദരിയുടെ ഒരു ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ വണ്ടിയിൽ നിന്നാണ് നഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. അത് ഞങ്ങളൊരു അയൽവാസിയുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ കല്യാണ ചടങ്ങിൽ ആ സമയത്ത് ഫോട്ടോയിലൊക്കെ കയ്യുമ്പോൾ ബ്രേസ്ലെറ്റ് ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് സിസ്റ്ററിൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഇല്ല. അങ്ങനെ തിരിച്ചു ഞങ്ങൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അങ്ങനെ കുറേ നോക്കി, ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ യാദൃശികമായിട്ട് ആരെങ്കിലും കയ്യിൽപ്പെട്ടു, അവർ കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഷഹീർ എന്ന ഈ നല്ല മനുഷ്യൻ, അങ്ങനെ തന്നെ പറയണം. കാരണം ഏകദേശം ഒരു 2.5 പവൻ, ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ് ഇദ്ദേഹം. ഞാൻ പോലും ഇവിടെ ഇല്ല, കാരണം ഈ ഷഹീർ എന്ന ആളെ ഞാൻ മുമ്പ് പരിചയം പോലും ഇല്ല. അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, വണ്ടിയിൽ നിന്ന് കൺസോളിൽ നിന്ന് ഒരു സ്വർണ്ണ ചെയിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. അപ്പം തന്നെ ഇദ്ദേഹം എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഞാൻ എൻ്റെ സഹോദരിക്ക് അയച്ചു കൊടുത്തു. ഇത് അന്ന് പോയ ബ്രേസ്ലെറ്റ് തന്നെയെന്ന് ഉറപ്പുവരുത്തി. തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിന് ഈ ഷഹീർ എന്ന വ്യക്തിയെ പോലെ ഒരാളെ നന്മ നിറഞ്ഞ ആളാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. വളരെ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ഈ സ്വർണ്ണ ചെയിൻ അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയാണ് ഇന്നലെ ഉണ്ടായി. സ്വർണത്തിന് ഇത്രയും വിലയുള്ള സമയത്ത് ആരെയും അറിയിക്കാതെ ബ്രേസ്ലെറ്റ് എടുക്കാമായിരുന്നെങ്കിലും അത് ഉടമയെ തിരിച്ചേൽപ്പിക്കാൻ കാണിച്ച ഷഹീറിൻ്റെ നല്ല മനസ്സിന് പൊന്നിനേക്കാൾ തിളക്കമേറുകയാണ്. മുഹമ്മദ് മൂസിൻ MLA-യുടെ നേതൃത്വത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഫ്രീ എൻട്രൻസ് അറ്റ് ശ്രദ്ധാ ക്ലാസുകൾ സെപ്റ്റംബർ 13 ശനിയാഴ്ച ആരംഭിക്കും. ഇതിൻ്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. മുഹമ്മദ് മൂസിൻ MLA-യുടെ നേതൃത്വത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഫ്രീ എൻട്രൻസ് അറ്റ് ശ്രദ്ധയുടെ സ്വാഗത സംഘവും ശ്രദ്ധ കൗൺസിൽ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള യോഗവുമാണ് ചേർന്നത്. 2 മാസം നീണ്ടു നിൽക്കുന്ന ഫ്രീ എൻട്രൻസ് അറ്റ് ശ്രദ്ധ എന്ന സൗജന്യ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് സെപ്റ്റംബർ 13 ശനിയാഴ്ച പട്ടാമ്പി SNGS കോളേജിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. SSLC, +1, +2 സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ക്ലാസുകൾ എല്ലാ ഞായറാഴ്ചകളിലുമായിരിക്കും നടക്കുക. +2 വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യയിലെ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾക്ക് വേണ്ടി വിദ്യാർത്ഥികളെ തയ്യാറെടുപ്പിക്കുക, എൻട്രൻസ് ലെവൽ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിയേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക എന്നതുമാണ് എൻട്രൻസ് ഫൗണ്ടേഷൻ ക്ലാസുകളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും സ്വാഗത സംഘത്തിൽ MLA പറഞ്ഞു. ശ്രദ്ധ കൗൺസിൽ അംഗങ്ങളെ യോഗത്തിൽ തെരഞ്ഞെടുത്തു. MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ AN നീരജ്, ഓങ്ങല്ലൂർ പഞ്ചായത്ത് അംഗം പ്രിയ പ്രശാന്ത്, വിളയൂർ പഞ്ചായത്ത് അംഗം മുജീബ് കരുവാൻകുഴി, ഡോക്ടർ ആഷിഖ് KP, ഡോക്ടർ ഹംസ, ഡോക്ടർ മുഹമ്മദ് കുട്ടി, T. ഗോപാലകൃഷ്ണൻ, വായനശാല പ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ മുന്നേറ്റമായിട്ടുള്ള ശ്രദ്ധയുടെ നേതൃത്വത്തിൽ സൗജന്യമായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് പരിപാടി സംഘടിപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ അപേക്ഷ ക്ഷണിച്ചിരുന്നു. 400 ചില്ലാനും ആളുകളാണ് ഇപ്പോൾ ആ അപേക്ഷ തന്നിട്ടുള്ളത്. അവർക്കൊക്കെ തന്നെ സൗജന്യമായിട്ടുള്ള പരിശീലനം നൽകുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ വരുന്ന 13-ാം തീയതിയാണ് അതിൻ്റെ ലോഞ്ചിങ് നടക്കുന്നത്. പട്ടാമ്പി കോളേജിൽ വെച്ചാണ് നടക്കുന്നത്. രാവിലെ 9 മണിക്ക് 13-ാം തീയതി സെപ്റ്റംബർ 13 രാവിലെ 9 മണിക്കാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ അന്ന് രാവിലെ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾക്ക് ഈ പരിശീലനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ 2 മാസം നീണ്ടു നിൽക്കുന്ന ഇതിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ വിദ്യാർത്ഥികളാകെ ഇത് സ്വീകരിച്ചു എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം. വെട്ടത്തൂർ പെരിന്തൽമണ്ണ റോഡരികിൽ വെട്ടത്തൂർ സ്കൂൾ പടിക്ക് സമീപം പൊതുമരാമത്ത് വകുപ്പ് വിവിധ ആവശ്യങ്ങൾക്കായി നിക്ഷേപിച്ച മെറ്റൽ വാഹനങ്ങൾക്ക് അപകടക്കെണിയൊരുക്കുന്നതായി പ്രദേശവാസികൾ. എതിരെ വാഹനം വന്നാൽ മെറ്റലിലൂടെ വാഹനം കയറ്റി പോകേണ്ട സാഹചര്യമാണെന്ന് ഡ്രൈവർമാരും പറയുന്നു. പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് ലോഡ് കണക്കിന് മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് റോഡിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ സൈഡ് നൽകുമ്പോൾ മെറ്റലിലൂടെ കയറി വേണം പോകാൻ. ഈ രീതിയിൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ കല്ലുകൾ റോഡിലേക്ക് തെറിക്കുന്നതും പതിവാണ്. ഈ കല്ലുകൾ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി മാസങ്ങൾക്ക് മുന്നേ പൊതുമരാമത്ത് വകുപ്പാണ് മെറ്റൽ നിക്ഷേപിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. ചില ഭാഗങ്ങളിലെ മെറ്റൽ പൂർണ്ണമായി നീക്കിയിട്ടുണ്ട്. മിച്ചമുള്ളവയാണ് അപകടക്കെണിയായി കിടക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള സ്റ്റാഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി.
സർക്കാർ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി പെരിന്തൽമണ്ണ വെസ്റ്റ് GLP സ്കൂളിലും യാഥാർത്ഥ്യമായി. നഗരസഭാ ചെയർപേഴ്സൺ P. ഷാജി വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ പ്രീ പ്രൈമറി തലങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ് വിദ്യാലയങ്ങൾക്ക് അനുവദിച്ച വർണ്ണക്കൂടാരം പദ്ധതി പെരിന്തൽമണ്ണ വെസ്റ്റ് GLP സ്കൂളിലും യാഥാർത്ഥ്യമായി. നഗരസഭാ ചെയർപേഴ്സൺ P. ഷാജി വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ N. നസീറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ അബ്ദുൾ സലീം പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ P. മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മൻസൂർ നെച്ചിയിൽ, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് A. പ്രവീൺ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു, BPC സന്തോഷ് കുമാർ, MK ശ്രീധരൻ, സുനിൽകുമാർ MP, മനോജ് കുമാർ PT, സ്കൂൾ പ്രധാനാധ്യാപകൻ മണികണ്ഠൻ, PTA പ്രസിഡന്റ് രജീഷ് AB, ലിയാഖത്ത് അലി ഖാൻ, ചന്ദ്രശേഖരൻ, ബിന്ദു പരിയാപുരത്ത്, സക്കീർ ഹുസൈൻ, മദർ PTA പ്രസിഡന്റ് സുജയ്യ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപിക ബിന്ദു പരിയാപുരത്ത് രചിച്ച സ്വാഗതഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം വേദിയിൽ അരങ്ങേറി. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലാണ് വർണ്ണക്കൂടാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1ാം ക്ലാസ്സിലെ വൈറൽ ഗായിക ആരാധ്യ പ്രജാപതിയെ ചടങ്ങിൽ ആദരിച്ചു. ഇതോടെ പെരിന്തൽമണ്ണ നഗരസഭയിലെ 3 സർക്കാർ LP സ്കൂളിലും വർണ്ണക്കൂടാരം പദ്ധതി നടപ്പാക്കി. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചങ്ങലിരി വെണ്ടാംകുറിശ്ശിയിലെ പാണ്ടംകുളം നവീകരണോദ്ഘാടനം N. ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. NRGSൽ ഉൾപ്പെടുത്തി 54 ലക്ഷം രൂപ ചെലവിട്ടാണ് കുളം നവീകരിക്കുന്നത്. ഒരേക്കറോളം വിസ്തൃതിയുള്ള കുളം നാശത്തിന്റെ വക്കിലായിരുന്നു. ചെളി നിറഞ്ഞും കാടുമൂടിയും കുളം ഉപയോഗശൂന്യമായി. കാർഷിക വൃത്തിക്കും പ്രദേശത്തെ ശുദ്ധജലക്ഷാമത്തിനും കുളം ഉപയോഗിക്കാനാകും. പ്രദേശത്തുകാർക്ക് കുളിക്കാനും നീന്തൽ പഠിക്കാനും കഴിയുന്ന വിധത്തിലാണ് പുനരുദ്ധരിക്കുന്നത്. കുളത്തിന് പാർശ്വഭിത്തിയും കടവും ചുറ്റും ഗ്രില്ലുകളും സ്ഥാപിക്കും. കൂടാതെ കുളത്തിനു ചുറ്റും കട്ട വിരിച്ച് നടപ്പാതയും നിർമ്മിക്കുന്നുണ്ട്. കുളം നവീകരിക്കുന്നതോടെ പ്രദേശത്തെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് ഉദ്ഘാടനം ചെയ്ത N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. പഞ്ചായത്ത് അംഗം സിദ്ദിഖ് മല്ലിയുടെ ശ്രമവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ അവറോഡിന്റെ സഹായവുമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് MLA പറഞ്ഞു. അപ്പൊ ഈ പെയ്ത വെള്ളമൊക്കെ സംഭരിക്കപ്പെടാൻ അതൊക്കെ ഇപ്പൊ 2 ദിവസത്തെ വെയിലുകൊണ്ട് തന്നെ ഈ വെയിലിന് വലിയ ചൂടാണ്. കാലാവസ്ഥ വ്യതിയാനമുണ്ട് നമ്മുടെ നാട്ടിൽ, തർക്കമില്ല. ഈ പെയ്ത മഴ മുഴുവനും പുഴകളിലൂടെ അറബിക്കടലിലെത്തും. അതൊന്നും എവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല. അപ്പൊ ജലസംഭരണികൾ വളരെ അത്യാവശ്യമാണ്. എന്നാലേ വേനൽക്കാലം ആകുമ്പോഴേക്ക് നമ്മുടെ വെള്ളം സംരക്ഷിക്കാൻ കഴിയും. ഈ കുളം നല്ല ആഴമുള്ള കുളമാണ്. ഇതിൽ നിന്ന് ചളിയൊക്കെ എടുത്ത് ഇത് 4 സൈഡും കെട്ടി ഒരു ജലസംഭരണിയാക്കിയാൽ ആ വെള്ളം ഇവിടെ നിലനിർത്താൻ സാധിക്കും. മാത്രവുമല്ല, ആ കുളത്തിൽ വെള്ളം നിൽക്കുക എന്ന് മാത്രമല്ല, പഴയ കാലത്ത് നമ്മുടെ പഴമക്കാർ പറയുന്നത് അമ്പലക്കുളം, ക്ഷേത്രക്കുളം, പള്ളിക്കുളം, ഇങ്ങനെയുള്ള വലിയ പൊതുകുളങ്ങൾ, ഇതിലേക്കുള്ള വെള്ളത്തിന്റെ നിധാനത്തിന് അടിസ്ഥാനമായി ഈ പ്രദേശത്തെ കിണറുകളിലൊക്കെ വെള്ളം നിൽക്കും. ഇവിടെ എത്ര ഉയരത്തിലാണോ വെള്ളമുള്ളത് ആ ഭൂഗർഭജലം കിണറുകളിലും അതേപോലെ പരിരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ശാസ്ത്രം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഈ കുളം വരിക വഴി ഈ പ്രദേശത്താകെ ഒരു ജലസമൃദ്ധി രൂപപ്പെടുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കുറച്ച് വേനലാകുമ്പോഴേക്ക് വെള്ളം വറ്റി കിണറുകളൊക്കെ വറ്റിപ്പോകുന്ന സ്ഥിതി ഇനി ഈ കുളത്തിന്റെ പണി കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല. യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എന്നാലും പറയുന്നു നാട്ടുകാരെ കൊണ്ട് വലിയ പ്രയാസമുണ്ട് ആ റോഡ് ശരിയാകാഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് റോഡുകൾക്ക് ഫണ്ട് സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ ബ്ലോക്കിന്റെ പ്രതിനിധി മുസ്തഫയുണ്ട്. അപ്പൊ അവരുടെ ആ ബ്ലോക്ക് മെമ്പർ അദ്ദേഹത്തിന്റെ പ്രദേശം കൂടിയാണ്. ബ്ലോക്ക് മെമ്പറുടെയും കാര്യമായ പിന്തുണ പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടിയപ്പോ, പഞ്ചായത്ത് ഭരണസമിതിക്ക് കിട്ടിയപ്പോ, പഞ്ചായത്തും ബ്ലോക്കും കൂടി ചേർന്നപ്പോഴാണ് MGNRGS വഴി 1/2 കോടി രൂപ ഈ കുളത്തിന്റെ വികസനത്തിന് വേണ്ടി കിട്ടി. അപ്പൊ മെമ്പറെ സംബന്ധിച്ചിടത്തോളം മെമ്പർമാർക്കും ഭരണസമിതിക്കും ഞങ്ങൾക്കൊക്കെ ബാധകമായൊരു തത്വമുണ്ട്. നമ്മുടെ ഒരു കാലഘട്ടം പൂർത്തിയാകുമ്പോൾ 5 കൊല്ലം തുടരുന്നവർ ചിലപ്പോൾ തുടരും, ചിലർക്ക് തുടരാൻ അവസരം ഉണ്ടാവും, ചിലർക്ക് അവസരം ഇല്ലാതെ വരും. എങ്ങനെയൊക്കെയായാലും ഒരു ജനപ്രതിനിധിക്ക് അവസാനം ബാക്കിയാകുന്നത് ഇതൊക്കെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. MGNRGS ഓംബുഡ്സ്മാൻ പേഴ്സൺ ഡോക്ടർ KK ബാബു മുഖ്യാതിഥിയായി. പദ്ധതിയിലെ ഏതാണ്ട് 14 ലക്ഷം രൂപയോളം പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനമായി ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനം വളരെ വിരളമാണ്. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയുടെ
നിർമ്മാണോദ്ഘാടനം ഈ നിലയ്ക്ക് നടത്തുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കുളത്തിന്റെ പുനരുദ്ധാരണം പാലക്കാട് ജില്ലയിൽ ഇത്ര അധികം തുക ചെലവഴിച്ച് നടത്തുന്നത് ഞാൻ ഓംബുഡ്സ്മാനായ സമയത്ത് തൊട്ട് 4 വർഷത്തിൽ ആദ്യമായിട്ടാണ് എന്ന് എനിക്ക് ഉറപ്പിച്ചു. മറ്റ് പല പദ്ധതികളും നടത്തിയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു കുളം പുനർനിർമ്മാണത്തിനായിട്ട് ഇത്രയധികം തുക ചെലവഴിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ആദ്യമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ, വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സഹദാരിയൂർ PM നൌഫൽ തങ്ങൾ, വാർഡംഗം സിദ്ദിഖ് മലിയിൽ, സെക്രട്ടറി K ശിവപ്രകാശൻ, MK മുഹമ്മദ് അലി, ജാഫർ എന്നിവർ പ്രസംഗിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന AI സ്റ്റഡി അസിസ്റ്റന്റുമായി ചെറുപ്പശ്ശേരിയിലെ യുവാക്കൾ. AI മിത്ര എന്ന പേരുള്ള AI സ്റ്റഡി അസിസ്റ്റന്റ് വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ ലോഞ്ച് ചെയ്തു. നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് പഠനം കൂടുതൽ ലളിതവും കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറുപ്പശ്ശേരിയിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ AI മിത്ര എന്ന പേരിൽ പുതിയ സ്റ്റഡി അസിസ്റ്റന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA AI മിത്രയുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ AI സാങ്കേതികവിദ്യയിലൂടെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് അവകാശപ്പെടാവുന്ന AI മിത്ര ആദ്യഘട്ടത്തിൽ നീറ്റ് JEE പഠിതാക്കൾക്കായാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് 24 മണിക്കൂറും സംശയ നിവാരണത്തിനും പഠനത്തിനും പിന്തുണ നൽകുന്ന ഒരു സ്റ്റഡി അസിസ്റ്റന്റ് എന്ന നിലയിലാണ് AI മിത്ര പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായും AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് AI മിത്ര. വിദ്യാർത്ഥികൾക്ക് 24 മണിക്കൂറും പഠന മേഖലയുമായി ബന്ധപ്പെട്ട ഏതുതരം സംശയങ്ങൾക്കും AI മിത്ര ഉത്തരം നൽകും. പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഏറ്റവും ലളിതമായ രീതിയിൽ വിശദീകരണം നൽകാനും കൂടുതൽ വ്യക്തമായി പഠനം നടത്താനും AI മിത്രയിലൂടെ സാധിക്കും. ഓരോ വിദ്യാർത്ഥികൾക്കും പഠന നിലവാരത്തിനനുസരിച്ച് പേഴ്സണലൈസ്ഡ് മെൻറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഗൈഡൻസ് നൽകുവാനും AI മിത്രയ്ക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് സംശയ നിവാരണം, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ സപ്പോർട്ട്, മോക്ക് ടെസ്റ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ AI മിത്രയിൽ ലഭ്യമാകും. www.aimitra.in എന്ന വെബ്സൈറ്റിലൂടെയാണ് AI മിത്രയുടെ പ്രവർത്തനം. ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായി 3 ദിവസത്തെ ഫ്രീ ട്രയലും ഒരുക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച ചെർപ്പശ്ശേരി സർവീസ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA, നഗരസഭാ കൗൺസിലർമാരായ VP ഷമീജ്, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ ഇൻഫ്ലുവൻസർമാർ നയിച്ച ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. ഒരു പ്രോബ്ലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഒരു എക്സ്പെർട്ട് മെന്ററുടെ, അതായത് എസ്പെഷ്യലി കോമ്പറ്റീറ്റീവ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അവിടെ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അവരുടെ കൂടെ എപ്പോഴും ഒരു എക്സ്പെർട്ട് മെന്ററുടെ സപ്പോർട്ട് ആവശ്യമുള്ളതാണ്. അതായത് ഒരു പഠിക്കുന്ന ടൈമിൽ ഇപ്പോൾ എസ്പെഷ്യലി കോമ്പറ്റീറ്റീവ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് എപ്പോഴും അവരുടെ കൂടെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 24/7 ചിലപ്പോൾ പഠിക്കുന്നതായിരിക്കും. ആ ഒരു എക്സാംസിന്റെ ടൈമിലും അതിനോട് മുന്നോടിയായിട്ടും എല്ലാം ചിലപ്പോൾ ഒരാപ്പാക്കിലില്ലാതെ രാവിലെയും വൈകുന്നേരവും പുലർച്ചകളിലും പല ടൈമുകളിലും അവർ പഠിക്കുന്ന ആ ഒരു സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ 24/7 അവർക്ക് ഒരു എക്സ്പെർട്ട് മെന്ററുടെ സപ്പോർട്ട് നമുക്ക് അവിടെ ആവശ്യമുണ്ട്. അതും ഒരു നോർമൽ ഒരു മെന്റർ അവരുടെ കൂടെ ഉണ്ടായാൽ പോരാ. ഒരു സബ്ജക്ട് മാസ്റ്റർ ആയിട്ടുള്ള ആ ഒരു വിഷയത്തെ കുറിച്ച് കൃത്യമായി അവെയർ ആയിട്ടുള്ള ഒരു മെന്റർ ആയിരിക്കണം അവരുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ അതുപോലെ നമ്മളൊരു മനുഷ്യന്റെ ഒരു പരിധി എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഇമോഷണൽ ബേർഡൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മളൊരു വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ, പിന്നെ ആ വിഷയത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാനൊരു മനുഷ്യനോടാണ് ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കാം. കലാ, സേവനം, സാമൂഹികം എന്നീ മേഖലകളിൽ അസാമാന്യ നേട്ടങ്ങൾ കൈവരിച്ച മണ്ണാർക്കാട്ടുകാരെ ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ച കലാഭിവന്ദനം 2025 പരിപാടിയിൽ ആദരിച്ചു. N ശംസുദ്ദീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് P മോഹൻദാസ്, രാഷ്ട്രപതിയിൽ നിന്ന് പോലീസ് മെഡൽ നേടിയ SP ഫിറോസ് M ഷഫീഖ്, ഗവർണറിൽ നിന്ന് അവാർഡ് നേടിയ ഡോക്ടർ ഷിബു, സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ ഗിരീഷ്, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ജേതാക്കളായ PV ബിജുമോൻ, MC ഷാഫി, ഫോറസ്റ്റ് മെഡൽ നേടിയ C സുരേഷ് ബാബു തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. മാധ്യമപ്രവർത്തകർ, ബിസിനസ് രംഗത്ത് മികവ് പുലർത്തിയ ലയൺസ് ക്ലബ്ബ് അംഗങ്ങളെയും ആദരിച്ചു. N ശംസുദ്ദീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
ലയൺസ് ക്ലബ് മണ്ണാർക്കാട് എന്നും ഏറെ ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സ്ഥിരമുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി ട്രഡീഷണലായി ലയൺസ് ക്ലബ്ബുകൾ നാട്ടിലെല്ലായിടത്തും നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇതുപോലെ അഭിനന്ദനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചവരെ അനുമോദിക്കൽ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെയുള്ള ഇടപെടലുകൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ലയൺസ് ക്ലബിൻ്റെ ഭാഗമായി നടക്കാറുണ്ട്. ലയൺസ് ക്ലബിൻ്റെ അണ്ടറിൽ വരുന്നു എന്നുള്ളത് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു സാമൂഹ്യ ബോധമാണ് പ്രകടമാക്കുന്നത്. പ്രസിഡന്റ് സാംസൺ അധ്യക്ഷത വഹിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. KTDC ചെയർമാൻ PK ശശി, നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ, കൗൺസിലർ TR സെബാസ്റ്റ്യൻ, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ, ലയൺസ് സോൺ ചെയർമാൻ ഷൈജു ചിറയിൽ, PM സുബ്രഹ്മണ്യൻ, DJ ജോസഫ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ Dr. S ഷിബു, റെജിമോൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് മണ്ണാർക്കാട് ALP സ്കൂളിലെ കുട്ടികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ സംഘടിപ്പിച്ച കോൺവൊക്കേഷൻ സെറിമണി വർണ്ണാഭമായി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ 11ാമത് ബാച്ചിൻ്റെ കോൺവെക്കേഷൻ സെറിമണിയാണ് വ്യാഴാഴ്ച നടന്നത്. കോളേജ് ക്യാമ്പസിൽ വെച്ച് നടന്ന പരിപാടി മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളാണ് യഥാർത്ഥ പ്രൊഡക്ട്സ് ആയിട്ട് സമൂഹത്തിലേക്ക് വരേണ്ടത്. ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. പലതും പല രീതിയിലായിരിക്കും. ചില സ്ഥാപനങ്ങൾ വലിയ ശബ്ദായമാനമായ അന്തരീക്ഷത്തിലൂടെ കടന്നു വരും, ആരും അറിയാതെ കടന്നു പോവുകയും ചെയ്യും. ചില സ്ഥാപനങ്ങളായിട്ട് നിശബ്ദമായിട്ട് കടന്നു വരും, എന്നാൽ മറ്റുള്ളവരുടെയൊക്കെ ശ്രദ്ധ പിടിച്ചുകൊണ്ട് അതങ്ങനെ തുടർന്നു കൊണ്ട് പോവുകയും ചെയ്യും. നമ്മുടെ സ്ഥാപനം അങ്ങനെയാണ്. നമ്മളൊരു ശബ്ദായമാനമായ അന്തരീക്ഷത്തിലൂടെ അല്ല വന്നത്. നമ്മളിവിടെ ഒരു തരം സൈലൻറ്റ് വേവ്സാണ് നമ്മളുണ്ടാക്കിയത്. റോറിങ് വേവ്സ് ഉണ്ടാക്കിയിട്ടില്ല, സൈലൻറ്റ് വേവ്സാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയത്, ടെക്നിക്കൽ മേഖലയിൽ ഉണ്ടാക്കിയത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സുകളുടെ 2022-2025 ബാച്ചുകളുടെ ബിരുദദാനമാണ് നടന്നത്. പൂജ മോൾ MH, ഹരികൃഷ്ണൻ S, മലബാർ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ MP, പാലക്കാട് സ്റ്റീൽ മാക്സ് CEO ഷബീർ K കൂടത്തിൽ, കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ A തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്പീക്ക് മാകെ കേരളയുടെ നേതൃത്വത്തിൽ ചെറുപ്പശ്ശേരി കരുമാനാംകുറിശി GLP സ്കൂളിൽ നൃത്തശില്പശാല സംഘടിപ്പിച്ചു. നൃത്താധ്യാപിക ഉമാഗോവിന്ദിന്റെ നേതൃത്വത്തിൽ ഭരതനാട്യവും നൃത്താവിഷ്കാരവും ക്ലാസും നടന്നു. ഭരതനാട്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉമാഗോവിന്ദ് ശില്പശാലയിൽ വിശദീകരിച്ചു. PTA പ്രസിഡന്റ് മായ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ബീന, MPTA പ്രസിഡന്റ് അനിത, SMC ചെയർമാൻ മനീഷ, SMC വൈസ് ചെയർമാൻ MR രാജേഷ്, അധ്യാപിക ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഉമാഗോവിന്ദിനെ വേദിയിൽ വെച്ച് പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് ആർദ്രം കേരളം പുരസ്കാരം നേടി വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനം. പുരസ്കാര തുകയായ 10 ലക്ഷം രൂപ പഞ്ചായത്തിന് ലഭിക്കും.
മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലറും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ K മൻസൂറിനെതിരെയുള്ള പരാതി കൗൺസിലിൽ അജണ്ടയാക്കിയത് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ ഗൂഢാലോചനയെന്ന് CPM കൗൺസിലർമാർ. വിജിലൻസ് അന്വേഷണം പറഞ്ഞ് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും കൗൺസിലർമാർ. കടമ്പടിപ്പുറത്ത് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയിൽ നിന്നും മുക്കുമണ്ഡം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസ് മുഖ്യപ്രതികൾ അറസ്റ്റ്. അമ്പലപ്പാറ, കൊല്ലം സ്വദേശികളാണ് പിടിയിലായത്. ശ്രീകൃഷ്ണപുരത്ത് മൃഗാശുപത്രിയിലെ ഫീസ് നിരക്കിനെ ചൊല്ലിയുണ്ടായ പ്രതിഷേധം. കർഷക കോൺഗ്രസ് നേതാവ് പാലാങ്കുഴി മണികണ്ഠനെ പ്രതിയാക്കിയത് അപലപനീയമെന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പ്രശ്നത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് നേതാക്കൾ. വ്യാജ കണക്കുണ്ടാക്കി കുമരമ്പത്തൂരിലെ സ്വകാര്യ ബിൽഡിംഗ് ഇന്റീരിയർ സ്ഥാപനത്തിൽ നിന്നും 25 ലക്ഷം രൂപ കവർന്ന കേസിൽ CEO അറസ്റ്റ്. തൃശൂർ മുരിങ്ങൂർ സ്വദേശി ജോജി പോളിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ അയോഗ്യതാ നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താൽക്കാലികമായി സ്റ്റേ ചെയ്തു. 18-ാം വാർഡംഗം MP മജീദിനെതിരെ സെക്രട്ടറി നൽകിയ അയോഗ്യതാ നോട്ടീസിനാണ് ഇടക്കാല സ്റ്റേ. മജീദിന് അംഗമായി തുടരാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.